വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാറ്റ് രാജ്യത്തുടനീളം വീശി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അരങ്ങേറിയ നാടകീയ സംഭവങ്ങൾ കാരണം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഠിനമാകുമെന്നതിൽ തർക്കമില്ല. ഇതിനിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് കനത്ത തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം കിട്ടിയത്. അജിത് പവാറിന്റെ വിശ്വസ്തനായ സഹപ്രവർത്തകൻ സഞ്ജോഗ് വാഗറെ NCP വിട്ട് ശിവസേന താക്കറെ ഗ്രൂപ്പിൽ ചേർന്നിരിക്കുകയാണ്. ശിവസേന താക്കറെ ഗ്രൂപ്പിന്റെ തലവൻ ഉദ്ധവ് താക്കറെയുടെ സാന്നിധ്യത്തിൽ ശിവബന്ധൻ കെട്ടിയാണ് ശിവസേനയിലേക്ക് അദ്ദേഹം കടന്നു വന്നിരിക്കുന്നത്. NCP ടിക്കറ്റിൽ 3 തവണ കോർപ്പറേഷൻ അംഗമായിരുന്നു സഞ്ജോഗ്. മേയറായി സേവനമനുഷ്ഠിച്ചിട്ടുമുണ്ട് അദ്ദേഹം. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ നിലവിൽ കൗൺസിലറുമാണ്. 8 വർഷമായി തുടർച്ചയായി NCPയുടെ ജില്ലാ പ്രസിഡന്റാണ് സഞ്ജോഗ്. ശരത് പവാറിനോടും അജിത് പവാറിനോടും അടുത്ത ബന്ധമുണ്ടെങ്കിലും അജിത് പവാറിനൊപ്പം അടിയുറച്ച് നിൽക്കുകയായിരുന്നു സഞ്ജോഗ്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സുപ്രധാന തീരുമാനങ്ങൾ മുന്നണികൾ കൈക്കൊള്ളുന്നതിനിടയിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചുവടുമാറ്റം ശ്രദ്ധേയമാകുന്നത്. BJPക്കെതിരെയുള്ള പോരാട്ടത്തിൽ അടിയുറച്ച് നിൽക്കുമെന്നതാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഉദ്ധവ് താക്കറെ ഉള്ളതുകൊണ്ടാണ് മഹാരാഷ്ട്ര കോവിഡ് എന്ന മഹാമാരിയിൽ നിന്നും രക്ഷപ്പെട്ടതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. NCPയിലെ ഇപ്പോഴത്തെ ഈ പിളർപ്പാണ് ശിവസേനയിലേക്ക് വാഗരെ പോയതിന് പിന്നിലെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. ഇതോടെ പിംപ്രി, ചഞ്ച്വാഡ്, മാവൽ മേഖലയിൽ മികച്ച മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് ഇന്ത്യ നേതൃത്വമുള്ളത്. അടുത്ത ദിവസങ്ങളിലും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കൂടുമാറ്റങ്ങൾ കാണാൻ സാധിച്ചേക്കുമെന്നും പറയപ്പെടുന്നുണ്ട്.